2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചിൻ സൂപ്പർ ലീഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കൊച്ചി രൂപത മതബോധന കമ്മീഷൻ മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന കൊച്ചിൻ സൂപ്പർ ലീഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ ചടങ്ങുകൾ മാറ്റിവെച്ചാണ് ഉദ്ഘാടനം നടത്തിയത്. കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് മോൺസിഞ്ഞോർ ഷെയ്ജു പരിയാത്തുശ്ശേരി കൊച്ചിൻ സൂപ്പർ ലീഗിന്റെ കിക്ക് ഓഫ് നടത്തി. രൂപതയിലെ 36 ഇടവകൾ പങ്കെടുക്കുന്ന മത്സരം 5 മാസം നീണ്ടു നിൽക്കും. കൊച്ചി രൂപത മതബോധന കേന്ദ്രത്തിന്റെ പ്രത്യേകമായ ഇനിഷ്യേറ്റീവിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക. എല്ലാ ഇടവകളിലെയും യുവാക്കളെ സംഘടിപ്പിക്കുക എന്നതാണ് പ്രത്യേകമായി ഇതിൻ്റെ ലക്ഷ്യം. മതബോധന കേന്ദ്രത്തിൽ അതുപോലെ മതബോധനം വേദപാഠം പഠിക്കാനും യുവാക്കൾ ഒരുമിച്ച് കൂടാനും അതുപോലെ യുവാക്കളുടെ പ്രത്യേകമായ കായികപരമായ വളർച്ച അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും പ്രത്യേകമായ ലക്ഷ്യം യുവാക്കളെ ഒരുമിച്ച് കൂട്ടുക, അവരെ സമൂഹത്തിനും ഇടവകയ്ക്കും. ഡിസംബർ 29 മത്സരം സമാപിക്കും. ഇടക്കൊച്ചി അക്കിനാസ് കോളേജിന് സമീപമുള്ള സെന്റ് അഗസ്റ്റിൻ സെമിനാരിയിലുള്ള തകാസ്തെ ടർഫിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ 8:30 വരെ ദിവസവും 3 മത്സരങ്ങൾ വീതമാണ് ടൂർണമെന്റ് നടത്തുന്നത്. ഏകദേശം 102 കളികളാണുള്ളത്. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നല്ല ആത്മീയതയുമുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൊച്ചി രൂപത മതബോധന കമ്മീഷൻ ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 1 തീയതി വരെ ലീഗ് മത്സരങ്ങളും ഡിസംബർ 26 മുതൽ 29 വരെ നോക്കൌട്ട് മത്സരങ്ങളും എന്ന രീതിയിലാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. കൊച്ചി രൂപത മതബോധന ഡയറക്ടർ ഫാദർ ജോസഫ് ലിജേറ്റ്, സെക്രട്ടറി മേഴ്സി ജോർജ്, സോളി ജോസഫ് മങ്ങട്ട്, അഡ്വക്കേറ്റ് ഹൈബിൻ ജോസ് പകോലിൽ, ജെറീഷ് പത്താളി, രാജേഷ് പീറ്റർ പള്ളിക്കര എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് മത്സരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.